ഇനി രാഹുലിന്റെ കാലം BJPക്കും പ്രധാനമന്ത്രിക്കും തൃപ്തിയായിട്ടുണ്ടാകും എന്ന പേരിൽ ഒരു പെൺകുട്ടി ഒരു വീഡിയോ അവതരിപ്പിച്ചു. അതിനകത്ത് രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസംഗമാണ് കോട്ട് ചെയ്തിരിക്കുന്നത്. അത് മേരാ നാം രാഹുൽ സവർക്കർ നഹി, മേരാ നാം രാഹുൽ ഗാന്ധി ഹൂം എന്നാണ്. ഇദ്ദേഹത്തിന് ഗാന്ധി കുടുംബവുമായിട്ട് എന്ത് ബന്ധം? ഇദ്ദേഹത്തിന്റെ അച്ഛൻ ഗാന്ധി ആയിരുന്നോ? ഇദ്ദേഹത്തിന്റെ അപ്പൂപ്പൻ ഗാന്ധി ആയിരുന്നോ? അപ്പൂപ്പന്റെ അപ്പൂപ്പൻ ഗാന്ധി ആയിരുന്നോ? ഒന്നുമല്ല. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ മകൾ ഇന്ദിര ഫിറോസ് ഖണ്ഡി എന്ന് പറയുന്ന ഒരാളിനെ വിവാഹം കഴിച്ചു. മൈമുന ബീഗം എന്ന പേരും സ്വീകരിച്ചു. പക്ഷേ ജവഹർലാൽ നെഹ്റുവിന് തന്റെ മകൾ രാഷ്ട്രീയത്തിൽ വരണമെന്നും അതൊരു ഹിന്ദു നാമധാരി ആയിരിക്കണം എന്നുള്ളത് കൊണ്ടും അദ്ദേഹം ഗാന്ധിജിയുമായി ഗൂഢാലോചന ചെയ്ത് ഗാന്ധിജിയുടെ പേരിന്റെ അറ്റത്ത് ഗാന്ധി, മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയാണല്ലോ, ആ ഗാന്ധിയെ എടുത്ത് ഈ ഇന്ദിര എന്ന പഴയ പേരിനോടൊപ്പം ചേർത്ത് ഇന്ദിരാഗാന്ധിയാക്കിയതാണ്. അല്ലാതെ ഇന്ദിരയ്ക്കും അല്ലെങ്കിൽ മൈമുന ബീഗത്തിനോ ഗാന്ധിയുമായി യാതൊരു ബന്ധവുമില്ല. അങ്ങനെ മൈമുന ബീഗത്തിനും ഫിറോസ് ഖണ്ഡിക്കും ജനിച്ച 2 മക്കളാണ് രാജീവും സഞ്ജയും. ഈ രാജീവ് അന്റോണിയ അൽബിന മൈനോ എന്ന ഒരു ഇറ്റാലിയൻ വനിതയെ കല്യാണം കഴിച്ചു. അതോടുകൂടി രാജീവനെ അവര് ക്രിസ്തു മതത്തിലേക്ക് കൊണ്ടുവന്നു. റോബർട്ട് എന്നോ മറ്റോ ആണ് അദ്ദേഹത്തിന്റെ ക്രിസ്ത്യൻ നെയിം. അങ്ങനെ അന്റോണിയ മൈനോയ്ക്കും രാജീവിനും കൂടി ജനിച്ച 2 മക്കളാണ് റാവുൾ വിൻസിയും ബിനാക്കയും. ഇന്ന് രാഹുൽ ഗാന്ധി എന്നും പ്രിയങ്ക ഗാന്ധി എന്നും വ്യാജനാമധേയത്താൽ കഴിയുന്ന 2 പേര്. അപ്പോ ഈ കുട്ടിയോട് എനിക്കൊരു ചോദ്യം. സ്വന്തം അച്ഛനെ മാറ്റി പറയുന്ന, കുടുംബത്തെ മാറ്റി പറയുന്ന, സ്വന്തം പേരും അസ്തിത്വവും വെളിപ്പെടുത്താൻ ധൈര്യമില്ലാത്ത ഒരുവന്റെ കയ്യിലാണോ ഇനി ഇന്ത്യയുടെ ഭാവി? ഈ വിദേശിയെ കണ്ടിട്ട് ഇന്ത്യയെ രാജ്യം ഭരിക്കുന്ന BJPക്കോ പ്രധാനമന്ത്രിക്കോ ഒരു പ്രശ്നവുമില്ല മോളെ. ഇപ്പം തൃപ്തിയായോ എന്നാ ചോദിക്കുന്നത്. അവരുടെ പ്രവർത്തികളൊക്കെ വളരെ മോശമായി. അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഇപ്പം അങ്ങ് പടർന്ന് പന്തലിക്കുകയാണ്. അത് കണ്ട് തൃപ്തിയായോ? ഇനിയെങ്കിലും നിർത്തിക്കൂടെ എന്നുള്ളതാണ് ചോദ്യം. എൻ്റെ മോളെ, ആദ്യം സ്വന്തം പേര്, സ്വന്തം കുടുംബം, ഇതൊക്കെ പറയാനുള്ള ആർജവം ഇയാൾ ഉണ്ടാക്കട്ടെ. അതിനുശേഷം ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഇന്ത്യയെ ഏൽപ്പിക്കണോ വേണ്ടയോ എന്ന് നമുക്ക് സാവകാശമായി തീരുമാനിക്കാം.